വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ബയോമാസ്റ്റർ മീര അരുൺ. ഇന്നത്തെ ക്ലാസ്സിൽ സെൻസേഷ്യൽ സ്പെസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓൾറെഡി ഓട്ടോണോമസ് ആൻഡ് കണ്ടീഷണൽ സ്പെസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ദർ ഇസ് എ തേർഡ് സ്ട്രാറ്റജി ദാറ്റ് യൂസസ് എലമെൻറ്റ്സ് ഓഫ് ബോത്ത്. ഈ രണ്ട് സ്പെസിഫിക്കേഷനും, ഓട്ടോണോമസ് ആൻഡ് കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ, ഈ രണ്ട് രീതികളുടെയും ഒരു കോമ്പിനേഷനാണ് സെൻസേഷ്യൽ സ്പെസിഫിക്കേഷനിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയാം. എ സൈറ്റോപ്ലാസം that contains many nuclei is called syncytium. അല്ലേ, ഒരുപാട് ന്യൂക്ലിയസുകൾ അടങ്ങുന്ന ഒരു സിംഗിൾ പ്ലാസ്മ മെംബ്രെയിൻ കൊണ്ട് ചുറ്റപ്പെട്ട് ഒരുപാട് ന്യൂക്ലിയസുകളുള്ള ഇങ്ങനെയുള്ള ഒരു ന്യൂക്ലിയസിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സൈറ്റോപ്ലാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം കണ്ടെയ്നിങ് മെനി ന്യൂക്ലിയ ഇസ് കോൾഡ് സിൻസിഷ്യം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് സിൻസിഷ്യൽ സ്ട്രക്ചർ, സിൻസിഷ്യൽ ന്യൂക്ലിയസ്. ഇങ്ങനെയുള്ള സിൻസിഷ്യൽ ന്യൂക്ലിയസിൽ അല്ലെങ്കിൽ സിൻസിഷ്യൽ സിസ്റ്റത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അതിലെ ഓരോ സെല്ലിനും ഉണ്ടാവുന്ന ഫേറ്റ്, അല്ലെങ്കിൽ അതിലെ ഓരോ സെല്ലിൻ്റെയും സ്പെസിഫിക്കേഷൻ, അതിനാണ് നമ്മൾ സിൻസിഷ്യൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ സിൻസിഷ്യത്തിൽ എങ്ങനെയാണ് സ്പെസിഫിക്കേഷൻ നടക്കുന്നത്, അതാണ് സിൻസിഷ്യൽ സ്പെസിഫിക്കേഷനിലൂടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എ നോട്ടബിൾ എക്സാമ്പിൾ ഓഫ് എൻ എംബ്രിയോ ദറ്റ് ഗോസ് ത്രൂ എ സിൻസിഷ്യൽ സ്റ്റേജ് ഇസ് ഫൗണ്ട് ഇൻ ഇൻസെക്ട്സ്. നമ്മൾ ആദ്യം ഓട്ടോണോമസും കണ്ടീഷനിലും ഒക്കെ വെർട്ടിബ്രേറ്റ്സിലും ഇൻവെർട്ടിബ്രേറ്റ്സിലും ഒക്കെ പറഞ്ഞതുപോലെ സിൻസിഷ്യൽ സ്പെസിഫിക്കേഷൻ നടക്കുന്നത് it is found mostly in insects, and it is illustrated by the fruit fly Drosophila melanogaster. Drosophila melanogasterനെ കുറിച്ച് അല്ലെങ്കിൽ അതിൽ നടത്തിയ പഠനങ്ങളാണ് നമുക്ക് സിൻസിഷ്യൽ സ്പെസിഫിക്കേഷനെ കുറിച്ചുള്ള അറിവുകൾ തന്നത്. ഏർലി ക്ലീവേജ് സ്റ്റേജസിൽ ഡ്രോസോഫിലയുടെ ഈ എംബ്രിയോ അല്ലെങ്കിൽ ഡ്രോസോഫിലയുടെ എഗ്ഗ് എന്ന് പറയുന്നത് 13 സൈക്കിൾസ് ഓഫ് ഡിവിഷൻ നടത്തും. ഈ 13 സൈക്കിൾസ് ഓഫ് ഡിവിഷനിൽ ന്യൂക്ലിയസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 13 സൈക്കിൾ ഇത് ഡിവൈഡ് ചെയ്യുന്നു. ആ സമയത്ത് സൈറ്റോപ്ലാസ്മിക് ക്ലീവേജ് നടക്കുന്നില്ല, സൈറ്റോപ്ലാസം ക്ലീവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഡിവിഷൻ ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് ഡിവിഷൻ നടന്നിട്ട് പല ന്യൂക്ലിയസ്, പ്ലെൻറ്റി ഓഫ് ന്യൂക്ലിയസ് ഉള്ള ഒരു എംബ്രിയോ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ഒരു സിംഗിൾ പ്ലാസ്മ, ഒരു കോമൺ പ്ലാസ്മ മെംബ്രെയിനേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയുള്ളൊരു എംബ്രിയോനെ നമ്മൾ പറയുന്നതാണ് സിൻസിഷ്യൽ ബ്ലാസ്റ്റോഡം. നമ്മൾ ക്ലീവേജിൽ പഠിക്കുന്നുണ്ടത് അല്ലേ, സിൻസിഷ്യൽ ബ്ലാസ്റ്റോഡം. സിൻസിഷ്യൽ ബ്ലാസ്റ്റോഡം എന്ന് പറയുന്നത് ഇൻസെക്ട്സിൻ്റെ പ്രത്യേകതയാണ്. സിൻസിഷ്യൽ ബ്ലാസ്റ്റോഡം ഇങ്ങനെയുള്ള മൾട്ടി ന്യൂക്ലിയസ് ആയിട്ടുള്ള എംബ്രിയോ, മൾട്ടി ന്യൂക്ലിയർഡ് ആയിട്ടുള്ള എംബ്രിയോയാണ് നമ്മൾ സിൻസിഷ്യൽ ബ്ലാസ്റ്റോഡം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ടേം ശ്രദ്ധിക്കുക, സിൻസിഷ്യൽ ബ്ലാസ്റ്റോഡം. ഇറ്റ് ഈസ് വിത്തിൻ ദ സിൻസിഷ്യൽ blastodome that identity of future cell is established simultaneously across the entire embryo along the anterior to posterior axis of the blastodome. അപ്പോൾ ഇനി ഈ സിൻസിഷ്യൽ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിൻസിഷ്യൽ ബ്ലാസ്റ്റോഡോമിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ആ സിൻസിഷ്യൽ ബ്ലാസ്റ്റോഡോമിലുള്ള സെല്ലുകളുടെ അറേഞ്ച്മെൻറ്റും അതിലുൾപ്പെടുന്ന ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ്, അതുപോലെ സെൽ ഇൻറ്ററാക്ഷൻസ്, ഇതെല്ലാം മൂലമാണ് ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ ആക്സിസിലെ ഡ്രോസോഫിലയുടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഓരോ സെല്ലുകൾ ഏത് ഫേറ്റിലേക്ക് പോകണം എന്നുള്ളത് അത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ഐഡൻറ്റിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്തൗട്ട് എനി മെംബ്രെയിൻ സെപ്പറേറ്റിംഗ് ന്യൂക്ലി ഇൻ ടു ഇൻഡിവിജ്വൽ സെൽസ്. അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഈ ന്യൂക്ലിയെ ഓരോ ഇൻഡിവിജ്വൽ സെല്ലുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിവിടെ ഈ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് നമുക്ക് പറയാം. മെംബ്രെയിൻസ് ഡു ഇവൻച്വലി ഫോം അറൗണ്ട് ഈച്ച് ന്യൂക്ലിയസ് ത്രൂ എ പ്രോസസ് കോൾഡ് സെല്ലുലറൈസേഷൻ വിച്ച് ഒക്കേഴ്സ് ആഫ്റ്റർ മൈറ്റോട്ടിക് സൈക്കിൾ 13 ജസ്റ്റ് പ്രയോർ ടു ഗാസ്ട്രുലേഷൻ. ഗാസ്ട്രുലേഷൻ നടക്കുന്നതിന് മുൻപായിട്ടാണ് ഈ സെല്ലുലറൈസേഷൻ നടക്കുന്നത്. അതായത് 13 ന്യൂക്ലിയർ ഡിവിഷൻസ് കഴിയുമ്പോൾ, 13 ന്യൂക്ലിയർ ഡിവിഷൻസ് കഴിഞ്ഞ് അതിനുശേഷമാണ് പിന്നീട് കുറച്ച് പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഓരോ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് സെല്ലുകൾ ഫോം പ്ലാസ്മ മെംബ്രെയിൻ ഫോം ചെയ്ത് അത് ഓരോ സെല്ലുകളായി മാറുന്നത്. അതായത് ഗാസ്ട്രുലേറ്റീവ് മൂവ്മെൻറ്റ്സ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ന്യൂക്ലിയർ ഡിവിഷൻ, പിന്നെ സെല്ലുലറൈസേഷൻ, ദെൻ ഗാസ്ട്രുലേഷൻ എന്നുള്ള ഓർഡറിലാണ്. ഓക്കെ, എ ഫാസിനേറ്റിംഗ് ഇഷ്യൂ ഈസ് ഹൗ സെൽ ഫേറ്റ്സ് those cells determined to become head, thorax, abdomen and tail are specified before cellularization. അപ്പോൾ ഈ സെല്ലുലറൈസേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഓരോ ന്യൂക്ലിയസുകൾക്ക് ചുറ്റുമായിട്ട് സെല്ലുലാർ മെംബ്രെയിൻ ഫോം ചെയ്ത് സെല്ലുലറൈസേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് എങ്ങനെയാണ് ഇവ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സെൽ ഫേറ്റ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്? അത് ഓട്ടോണോമസ് സ്പെസിഫിക്കേഷനിലൂടെയാണ്.
അതോ അതിൽ നടക്കുന്നത് കണ്ടീഷണൽ സ്പെസിഫിക്കേഷനാണോ? ഓട്ടോണമസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി സ്പെസിഫൈഡ് ആണ്, ഡിറ്റർമൈൻഡ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ സെല്ലിനകത്തുള്ള സെല്ലിൻ്റെ ഫേറ്റ് എന്താണോ അത് ആ സെൽ ഫേറ്റ് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ഒരു സെൽ എന്തായിട്ടാണോ മാറാൻ പോകുന്നത് അതായി മാത്രമേ ആ സെല്ലിന് മാറാൻ കഴിയുള്ളൂ. അതാണ് ഓട്ടോണമസ് സ്പെസിഫിക്കേഷൻ. കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ അങ്ങനെയല്ല. അത് ഒരു സെല്ല് ഒരു പെർട്ടിക്കുലർ സ്റ്റെം സെല്ലിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിൻ്റെയോ കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓഫ് സെൽസിൻ്റെ ക്യാരക്ടർ അറ്റൈൻ ചെയ്യാനായിട്ട് സെൽ ഇൻട്രാക്ഷൻ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ് കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഈ രണ്ടും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇത് രണ്ടും ഇവിടെ സംഭവിക്കുന്നുണ്ട് അല്ലേ? ബോത്ത് ദിസ് ക്വസ്റ്റ്യൻ, ഇത് രണ്ടും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എസ് എന്നാണ് ഉത്തരം എന്ന് നമുക്ക് പറയാം. ഈ ഒരു ഡയഗ്രത്തിൽ 10 to 13 ഡിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ 10 to 13 ഡിവിഷൻ ചെയ്ത് കഴിയും സിൻസിഷ്യൽ ബ്ലാസ്റ്റോഡാം സൈക്കിൾസ്. ഇവിടെ ബ്ലാസ്റ്റോഡാം, ഈ സിൻസിഷ്യൽ ബ്ലാസ്റ്റോഡാമിൻ്റെ ഫോർമേഷനാണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് പതിയെ ഓരോ സെല്ലുകൾക്ക് ചുറ്റുമായിട്ട് മെംബ്രെയിൻ ഉണ്ടായിട്ട് സെല്ലുലറൈസേഷൻ സംഭവിക്കുന്നത്. ഇതാണ് ഒരു സെല്ലുലാർ ബ്ലാസ്റ്റോഡം. സെല്ലുലറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള സെല്ലുലാർ ബ്ലാസ്റ്റോഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം. ഹിയർ ആർ സം പോൾ സെൽസ്. ഡ്രോസോഫില മെലാനോഗാസ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് സ്പെസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്, ശ്രദ്ധിക്കുക. സോ ഹിയർ what has emerged from numerous studies is that, just as we have seen in other eggs, cytoplasm of the Drosophila egg is not uniform. ഡ്രോസോഫിലയുടെ എഗ് എന്ന് പറയുന്നത് നോട്ട് യൂണിഫോം. അതിൻ്റെ അകത്തുള്ള മോർഫോജൻസ് അല്ലെങ്കിൽ അതിനകത്തുള്ള സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് അത് ഒന്നും തന്നെ യൂണിഫോം അല്ല. ഇൻസ്റ്റെഡ് ഇറ്റ് കണ്ടൈൻസ് ഗ്രേഡിയൻസ് ഓഫ് പൊസിഷണൽ ഇൻഫർമേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഈച്ച് ആൻഡ് എവറി ലൈൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇറ്റ് കണ്ടൈൻസ് ഗ്രേഡിയൻസ് ഓഫ് പൊസിഷണൽ ഇൻഫർമേഷൻ that dictates cell fate along the egg's anterior-posterior axis. In the syncytial blastodon, nuclei in the anterior part of the cell are exposed to cytoplasmic determination factors that are not present in the posterior part of the cell and vice versa. ഇതാണ് ഒരു സെല്ല് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇതാണ് ഡ്രോസോഫില മെലാനോഗാസ്റ്ററിൻ്റെ സെല്ല്. ഈ ഒരു സെല്ലിൽ ആൻറ്റീരിയർ ആയിട്ട് ഉള്ള ചില മോർഫോജനറ്റിക് സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനേഷൻ ഫാക്ടേഴ്സ് പോസ്റ്റീരിയർ സൈഡിലും ഉണ്ടാവില്ല. അപ്പോൾ ആൻറ്റീരിയറിലുള്ളത് പോസ്റ്റീരിയറിൽ ചിലപ്പോൾ കാണില്ല. ഓക്കെ, ഇവയാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നിശ്ചയിക്കുന്നത് ചില ഡിറ്റർമിനേഷൻ ഫാക്ടേഴ്സ്. ഇറ്റ് മേ ബി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയൈ ആൻഡ് ദ ഡിഫറിങ് എമൗണ്ട് ഓഫ് ഡിറ്റർമിനേഷൻ ഫാക്ടേഴ്സ് ദറ്റ് സ്പെസിഫൈ ദ സെൽ ഫേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം പറയുന്ന കാര്യം ഇതാണ്. ഈ ന്യൂക്ലിയസും അതുപോലെ തന്നെ ഈ ഡിറ്റർമിനേഷൻ ഫാക്ടേഴ്സും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ തന്നെയാണ് സെൽ ഫേറ്റ് തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദീസ് ഗ്രേഡിയൻസ് ഓഫ് ഡിറ്റർമിനേഷൻ ഫാക്ടേഴ്സ് ആർ എസ്റ്റാബ്ലിഷ് ഡ്യൂറിങ് മെച്ചുറേഷൻ ഓഫ് ദ എഗ് പ്രയോർ ടു ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നതിന് മുമ്പ് എഗ് മെച്ചുറേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഫാക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടാവണം. ഫെർട്ടിലൈസേഷന് ശേഷം ന്യൂക്ലിയസ് സിങ്ക്രോണസ് ആയിട്ടുള്ള ഡിവിഷൻ സംഭവിക്കുന്ന സമയത്ത് ഓരോ ന്യൂക്ലിയസും each nucleus become positioned at specific coordinates along the anterior posterior axis. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ആ 13 സൈക്കിൾ ഡിവിഷൻ നടക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് അത് ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം സെല്ലുലറൈസേഷനൊക്കെ കഴിഞ്ഞ് പിന്നീട് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഓരോ ന്യൂക്ലിയസും കൃത്യമായിട്ട് ആ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസിൽ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായൊരു സെൽ ഫേറ്റ് ഉണ്ടാവുമെന്ന് പറയുന്നു. ഓക്കെ, ആൻഡ് എക്സ്പീരിയൻസ് യൂണീക്ക് കോൺസെൻട്രേഷൻ ഓഫ് ഡിറ്റർമിനേഷൻ ഫാക്ടേഴ്സ്. അപ്പോൾ ഒരു സ്പെസിഫിക് പൊസിഷനിങ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പൊസിഷനിങ് ഓരോ ന്യൂക്ലിയസും നടത്തുന്നുണ്ട്. ആ പർട്ടിക്കുലർ പൊസിഷനിങ് കൊണ്ട് തന്നെ കൃത്യമായ ഈ ഡിറ്റർമിനേഷൻ ഫാക്ടേഴ്സിൻ്റെ കൃത്യമായ യൂണീക്ക് കോൺസെൻട്രേഷൻ ഈ ഒരു ഡ്രോസോഫിലയുടെ എഗ്ഗിൽ ഉണ്ട്. Okay, and how do the nuclei maintain a position within the syncytial blastodon? They do so through the action of their own cytoskeletal machinery. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സൈറ്റോസ്കെൽറ്റൽ മെഷീനറിയാണ് ഇവയെ കൃത്യമായി ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നത്. ദെയർ സെൻട്രോസോം, അഫിലിയേറ്റഡ് മൈക്രോട്യൂബിൾസ്, ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ആൻഡ് ഇൻട്രാക്റ്റിംഗ് പ്രോട്ടീൻസ്.
സ്പെസിഫിക്കലി വെൻ ദ ന്യൂക്ലിയ ആർ ഇൻ ബിറ്റ്വീൻ ഡിവിഷൻസ്, അതായത് ഇൻ്റർഫേസിലായിരിക്കുമ്പോൾ ഈച്ച് ന്യൂക്ലിയസ് റേഡിയേറ്റ്സ് ഡൈനാമിക് മൈക്രോട്യൂബ്യൂൾ എക്സ്റ്റൻഷൻസ് ഓർഗനൈസ്ഡ് ബൈ ദെയർ സെൻട്രോസോം ദറ്റ് എസ്റ്റാബ്ലിഷ് ആൻ ഓർബിറ്റ് ആൻഡ് എക്സേർട്ട് ഫോഴ്സ് ഓൺ ദ ഓർബിറ്റ്സ് ഓഫ് അതർ ന്യൂക്ലിയ. നമുക്കത് ഡയഗ്രത്തിലൂടെ വളരെ വ്യക്തിയായിട്ട് നോക്കാം എങ്ങനെയാണ് ഈ സൈറ്റോസ്കെൽറ്റൽ മെഷീനറി വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ സൈറ്റോസ്കെൽറ്റൽ മെഷീനറി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മൈക്രോട്യൂബ്യൂൾസ്, ആക്റ്റിൻ ഫിലമെൻറ്റ്സ്, ഇൻട്രാക്റ്റിംഗ് പ്രോട്ടീൻസ് എല്ലാവയും ചേർന്നിട്ട് ഈ ഡിവിഷൻ ഇൻ്റർഫേസിൻ്റെ സമയത്ത് ഈ ഓരോ ന്യൂക്ലിയസിൽ നിന്നും എന്താ പറയുക മൈക്രോട്യൂബ്യൂൾ എക്സ്റ്റൻഷൻസ് റേഡിയേറ്റ് ചെയ്ത് വരുന്നു. അങ്ങനെ റേഡിയേറ്റ് ചെയ്ത് വരുന്ന ഈ മൈക്രോട്യൂബ്യൂൾ എക്സ്റ്റൻഷൻസ് ദാറ്റ് ആർ ഓർഗനൈസ്ഡ് ബൈ ദ സെൻട്രോസോം, അവരുടെ സെൻട്രോസോം അത് ഓർഗനൈസ് ചെയ്യപ്പെട്ട ഒരു ഓർബിറ്റ് ലൈക്ക് സ്ട്രക്ചർ, ഒരു ഓർബിറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, എസ്റ്റാബ്ലിഷ് ആൻ ഓർബിറ്റ് ആൻഡ് എക്സർട്ട് ഫോഴ്സ് ഓൺ ദ ഓർബിറ്റ്സ് ഓഫ് അതർ ന്യൂക്ലിയ. മറ്റുള്ള ന്യൂക്ലിയസുകളുടെ ഓർബിറ്റുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള ന്യൂക്ലിയസുകളിലേക്ക് ഒരു ഫോഴ്സ് ചെലുത്തുകയും ചെയ്യുന്നു. ഓരോ സമയവും ഈ ന്യൂക്ലിയ ഡിവൈഡ് ചെയ്യുമ്പോൾ ദ റേഡിയൽ മൈക്രോട്യൂബിൾ അറേ ഈസ് റീഎസ്റ്റാബ്ലിഷ് ടു എക്സർട്ട് ഫോഴ്സ് ഓൺ നെയ്ബറിംഗ് ന്യൂക്ലിയർ ഓർബിറ്റ്സ്. Okay, so ensuring regular spacing of nuclei across the syncytial blastodome and maintaining positional relationship between nuclei across the early embryo is essential for successful syncytial specification. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻറ്റെയിനിങ് ദ പൊസിഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ന്യൂക്ലിയ അക്രോസ് ദ എയർലി എംബ്രിയോ ഈസ് എസെൻഷ്യൽ ഫോർ സക്സസ്ഫുൾ സിൻസിഷ്യൽ സ്പെസിഫിക്കേഷൻ. അല്ല, ഇവയുടെ ഈ ഓർബിറ്റുകളുടെ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മൈക്രോട്യൂബ്യൂൾസ് ഉള്ള ഓരോ ഓർബിറ്റുകളുടെയും കൃത്യമായ പൊസിഷനിങ് എന്ന് പറയുന്നത് ഈ സിൻസിഷ്യൽ സ്പെസിഫിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. ഹിയർ ഈസ് ദ അറേഞ്ച്മെൻറ്റ്. ഇതാണ് ഇൻ്റർഫേസിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ഓർബിറ്റ് ലൈക്ക് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അതിൽ നിന്നും മൈക്രോട്യൂബ്യൂൾസ് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇൻ്റർഫേസിലെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇത് ഓർബിറ്റ് ലൈക്ക് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിന് ശേഷം പിന്നീട് ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിനുശേഷം സെല്ലറൈസേഷനൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഇത് മൂവ് ചെയ്ത് ഇത് ചുറ്റും അല്ല ഈ ഒരു മെമ്പറൈന് ചുറ്റും ഇങ്ങനെ ഒരു സ്ട്രക്ചറായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇരിക്കുന്നത് കാണാം. ഇതിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന ഗ്രീൻ എന്ന് പറയുന്നത് അത് ബൈക്കോയിഡ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. ആ ഡിസ്ട്രിബ്യൂഷനിൽ ആൻറ്റീരിയർ സൈഡിൽ കൂടുതലും പോസ്റ്റീരിയറിലേക്ക് വരുമ്പോൾ അത് വളരെ കുറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ രണ്ട് പ്രോട്ടീനുകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ രണ്ട് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറുകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു ഡെവലപ്മെൻറ്റിനെ അല്ലെങ്കിൽ ഡ്രോസോഫിലയുടെ ഡെവലപ്മെൻറ്റിനെ, ഡ്രോസോഫില സെല്ലുകളുടെ സെൽ ഫേറ്റിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു ഡയഗ്രത്തിലൂടെ. ഇതാണിപ്പോൾ ഒരു ഡ്രോസോഫിലയുടെ സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു എഗിൻ്റെ സ്ട്രക്ചർ. ഇവിടെ ആൻറ്റീരിയർ പോർഷനിലായിട്ട് ബൈക്കോയിഡ് പ്രോട്ടീൻ കാണപ്പെടുന്നുണ്ട്. ബൈക്കോയിഡ് എന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഈസ് ദെയർ. ബൈക്കോയിഡ് പ്രോട്ടീൻ എന്ന് പറയാം. അതുപോലെ അതിൻ്റെ ഒരു പോസ്റ്റീരിയർ റീജിയനിലായിട്ട് കൂടുതലായിട്ടുള്ളത് കൗഡൽ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. ഈ ബൈക്കോയിഡ് കൗഡൽ പ്രോട്ടീനുകളുടെ ഒരു പ്രൊപ്പോർഷനാണ് ആക്ച്വലി ഈ ഡ്രോസോഫിലയുടെ കൃത്യമായ ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നത്. മിഡിൽ പോർഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിമിനിഷിംഗ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ വളരെ കുറഞ്ഞു വരുന്ന ബൈക്കോയിഡ് പ്രോട്ടീനും എന്നാൽ കൂടി വരുന്ന ഒരു കൗഡൽ പ്രോട്ടീൻ റേഞ്ചുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇവയുടെ സെൽ ഫേറ്റ് അല്ലെങ്കിൽ ഈ പ്രോട്ടീനുകളുടെ അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഫാക്ടേഴ്സ് ആണ് ഈ പ്രോട്ടീൻസ്, ട്രാൻസ്ക്രിപ്ഷണൽ ഫാക്ടേഴ്സ്. ഇവയുടെ നിയന്ത്രണം കൊണ്ട് ഇവിടെ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക്കേഷൻ നടക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പം നമ്മൾ അറിയാം ഓൾറെഡി ഓട്ടോണോമസ് സ്പെസിഫിക്കേഷനാണ് സൈറ്റോപ്ലാസ്മിക് ഫാക്ടേഴ്സ് കൊണ്ട് നിശ്ചയിക്കപ്പെടുന്ന, കൺട്രോൾ ചെയ്യപ്പെടുന്ന സ്പെസിഫിക്കേഷൻ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം ഇത് തീർച്ചയായിട്ടും വളരെ കൂടുതൽ ബൈക്കോയിഡ് പ്രോട്ടീൻ ഉണ്ട്. കുറവ് കൗഡൽ പ്രോട്ടീൻ ആണെങ്കിൽ അതൊരു ഹെഡ് റീജിയൻ ആയിരിക്കും. ഈ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ഒരു ഹെഡ് റീജിയൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ മിഡിൽ പോർഷൻസിലേക്ക് വരുമ്പോൾ ഈക്വൽ ലെസ് എമൗണ്ട് ഓഫ് ബൈക്കോയിഡ് ആൻഡ് കൗഡൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഈ ഒരു നാരോ പോർഷൻ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം തൊറാക്സ് റീജിയൻ ഫോം ചെയ്യുന്നു എന്ന് പറയാം. അതിനുശേഷം ബൈക്കോയിഡ് ഒട്ടും തന്നെ ഇല്ലാതെ നോ ബൈക്കോയിഡ് ആൻഡ് പ്ലെൻറ്റി ഓഫ് കൗഡൽ പ്രോട്ടീൻ ആണെങ്കിൽ അത് ഈ ഒരു അബ്ഡോമിനൽ റീജിയൻ ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷനിലാണ് ആക്ച്വലി ബൈക്കോയിഡ് കൗഡൽ പ്രോട്ടീനുകളുടെ ഒരു കോമ്പിനേഷനിലാണ് ഡ്രോസോഫില പിന്നീട് അതിൻ്റെ സെല്ലുകളുടെ ഓർഗൻസിൻ്റെ ഒക്കെ ഫേറ്റ് തീരുമാനിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, ബൈക്കോയിഡ് ആൻഡ് കൗഡൽ ആർ കൺസിഡേർഡ് ആസ് മോർഫോജൻസ് because they occur in a concentration gradient
ആൻഡ് ഇവൻ നമ്മൾ ബൈക്കോയിഡും അതുപോലെ തന്നെ ബൈക്കോയിഡ് പ്രോട്ടീനും അതുപോലെ കവഡൽ പ്രോട്ടീനും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? യെസ്, മോർഫോജൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ? മോർഫോജൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദേ ആർ കേപ്പബിൾ ഓഫ് റെഗുലേറ്റിംഗ് ഡിഫറെൻറ്റ് ജീൻസ് അറ്റ് ഡിഫറെൻറ്റ് ത്രെഷോൾഡ് കോൺസെൻട്രേഷൻ. ഇവയുടെ ഡിഫറെൻറ്റ് ത്രെഷോൾഡ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ത്രെഷോൾഡ് ലെവലിൽ ഡിഫറെൻറ്റ് ജീൻസിനെ ഡിഫറെൻ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കുന്നു, ഈ മോർഫോജൻസിന്. ഓക്കെ, മോർഫോജൻസ് ബൈക്കോയിഡ് ആൻഡ് കവഡൽ പ്രോട്ടീൻ ആക്ടിവേറ്റ് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ജീൻ ഇൻ ദ സിൻസിഷ്യൽ ന്യൂക്ലിയൻ. And those nuclei in regions containing high amount of bicoid and little caudal are instructed to activate genes that produce head region. നമ്മൾ പറഞ്ഞു ഓൾറെഡി. And nuclei in regions less bicoid അതുപോലെ തന്നെ less amount of caudal, equal less amount of caudalum ഉള്ളവ thorax region ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി ലിറ്റിൽ ഓർ നോ ബൈക്കോയിഡ് ഒട്ടും തന്നെ ഇല്ലാതെ പ്ലെൻറ്റി ഓഫ് കവഡൽ പ്രോട്ടീൻ ആണ് വരുന്നതെങ്കിൽ അത് അബ്ഡോമിനൽ സ്ട്രക്ചേഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. So thus when the syncytial nuclei are eventually incorporated into cells, these cells will have their general fate specified. അപ്പോൾ ഇവരിനി ഈ പറയുന്ന ന്യൂക്ലിയസ് എല്ലാം ഇനി ഓരോ സെൽ മെമ്പറൈൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡിഫറൻറ്റ് സെല്ലുകളായിട്ട് സെല്ലുലറൈസേഷൻ സംഭവിക്കുന്ന സമയത്ത് തന്നെ ആ ജനറൽ ഫേറ്റ് അവിടെ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു. ജനറൽ ഫേറ്റ് ഈസ് സ്പെസിഫൈഡ്. അതിനുശേഷമാണ് സ്പെസിഫിക് സെല്ലുലറൈസേഷൻ നടന്നു കഴിയുമ്പോൾ സ്പെസിഫിക് ഫേറ്റ് നിർണ്ണയിക്കപ്പെടും. Specific fate of each cell will become determined both autonomously and conditionally എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഒരു ജനറൽ ഫേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ ഡിഫറെൻറ്റ് ത്രെഷോൾഡ് ലെവൽ ഓഫ് മോർഫോജൻസ് അല്ലെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഫാക്ടേഴ്സ്. ഇനി സ്പെസിഫിക് ഫേറ്റ് എന്ന് പറയുന്നത് ഓട്ടോണോമസ്ലി ആൻഡ് കണ്ടീഷണലി ആവാം. ഇനി ഇവയുടെ കൺട്രോൾ എങ്ങനെയാണോ അല്ലെങ്കിൽ ഈ പറയുന്ന സെല്ലുകളുടെ സെൽ ഫേറ്റിൻ്റെ അല്ലെങ്കിൽ ഈ സെല്ലുകൾ എങ്ങനെയാണ് ഇപ്പോൾ ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ സ്പെസിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഓട്ടോണോമസ്ലി ആൻഡ് കണ്ടീഷണലി രണ്ട് രീതിയിലും ഈ ഒരു സെൽ ഫേറ്റ് നിർണ്ണയിക്കപ്പെടുന്നു. ഓട്ടോണോമസ്ലി ആണെങ്കിൽ നമുക്കറിയാം ഫ്രം ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് അക്യൂർഡ് ആഫ്റ്റർ സെല്ലുലറൈസേഷൻ. കണ്ടീഷണലി ആണ് സ്പെസിഫൈ ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ സെൽ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്. സെല്ലും അതിൻ്റെ നെയ്ബേഴ്സും, ഈ രണ്ടും ഓട്ടോണോമസും അതുപോലെ കണ്ടീഷണൽ സ്പെസിഫിക്കേഷനും രണ്ടും ഡ്രോസോഫിലയുടെ ഡെവലപ്മെൻറ്റിൽ എഗ്ഗിൽ നിന്നുള്ള അല്ലെങ്കിൽ എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇത് ഒന്ന് കമ്പയർ ചെയ്ത് കൂടെ ഒന്ന് പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോണോമസ് സ്പെസിഫിക്കേഷനിൽ മോസ്റ്റ് ഇൻവെർട്ടിബ്രേറ്റ്സിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അതേസമയം കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ അത് വെർട്ടിബ്രേറ്റ്സിലും ഫ്യൂ ഇൻവെർട്ടിബ്രേറ്റ്സിലും ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം നമുക്ക് സിൻസിഷ്യൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഇൻസെക്റ്റ് ക്ലാസ്സസിലായിരുന്നു അല്ലേ? ഇൻസെക്റ്റ് ക്ലാസ്സസിലായിരുന്നു. ദെൻ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷനിൽ എന്താണ് സൈറ്റോപ്ലാസ്മിക് മോളിക്യൂൾസിൻ്റെ കാരണമാണ് അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്. അതുപോലെ ഇൻവേരിയൻറ്റ് ക്ലേവേജ് ആണ് ഉണ്ടായിരുന്നത്. ഇൻവേരിയൻറ്റ് ക്ലേവേജ് പ്രൊഡ്യൂസ് സെയിം ലിനേജ് ഇൻ ഈച്ച് എംബ്രിയോ ഓഫ് ദ സ്പീഷീസ് അല്ലേ? ബ്ലാസ്റ്റോമിയർ ഫേറ്റ്സ് ആർ ജനറലി ഇൻവേരിയൻ്റ് ആയിരുന്നു. ബ്ലാസ്റ്റോമിയർ ഫേറ്റ്സ് ആർ ജനറലി ഇൻവേരിയൻറ്റ്. കാരണം ഓൾറെഡി നമുക്കറിയാം മോസ്റ്റ് ഇൻവെർട്ടിബ്രേറ്റ്സിലും ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ നടക്കുമ്പോൾ ഒരു സെല്ല് ഇന്ന സെല്ലായി തീരുന്നു അല്ലെങ്കിൽ ഇന്ന ബോഡി ഓർഗൻ ആയി മാറാൻ പോകുന്ന ഒരു സെല്ലാണെങ്കിൽ ആ ഫേറ്റ് അവിടെ മാറപ്പെടുന്നില്ല. ബ്ലാസ്റ്റോമിയർ ഫേറ്റ്സ് ആർ ജനറലി ഇൻവേരിയൻ്റ് ആണ്. ആൻഡ് സെൽ ടൈപ്പ് സ്പെസിഫിക്കേഷൻ പ്രൊസീഡ് ലാർജ് സ്കെയിൽ എംബ്രിയോണിക് സെൽ മൈഗ്രേഷൻ. ഓക്കെ, സെൽ ടൈപ്പ് ഓരോ സ്പെസിഫിക്കേഷൻ നടക്കുന്നതിന് മുമ്പ് ലാർജ് സ്കെയിൽ എംബ്രിയോണിക് സെൽ മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. പിന്നെ മൊസൈക്ക് ഡെവലപ്മെൻ്റ് ആണ്. നമുക്കറിയാം മൊസൈക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സെൽ കനോട്ട് ചേഞ്ച് ഫേറ്റ് ഇഫ് എ ബ്ലാസ്റ്റോമിയർ ഈസ് ലോസ്റ്റ്. ഒരു ബ്ലാസ്റ്റോമിയർ നഷ്ടപ്പെട്ടാൽ പോലും ആ സെല്ലിന് പിന്നെ അതിൻ്റെ സെല്ലിൻ്റെ ഫേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. മൊസൈക്ക് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ വെർട്ടിബ്രേറ്റ്സിലും ഫ്യൂ ഇൻവെർട്ടിബ്രേറ്റ്സിലും നടക്കുന്നുണ്ട്. സെൽ ഇൻട്രാക്ഷൻ കൊണ്ടാണ് സംഭവിക്കുന്നത്. വേരിയബിൾ ക്ലീവേജ് ആണ്, കാരണം വേരിയൻറ്റ് ഫേറ്റ് ഉണ്ട്, വേരിയബിൾ ക്ലീവേജ് ആണ്. ദെൻ മാസീവ് സെൽ റീഅറേഞ്ച്മെൻറ്റ് എന്തായാലും നടക്കും. ഓക്കെ, ദെൻ അതായത് മാസീവ് സെൽ റീഅറേഞ്ച്മെൻറ്റും മൈഗ്രേഷൻസും സ്പെസിഫിക്കേഷന് മുമ്പായി നടക്കാറുണ്ട്. ദെൻ കപ്പാസിറ്റി ഫോർ റെഗുലേറ്റീവ് ഡെവലപ്മെൻറ്റ്. മൊസൈക്ക് ഡെവലപ്മെൻറ്റ് നമ്മൾ പറഞ്ഞത് ഓട്ടോണോമസിലാണെങ്കിൽ റെഗുലേറ്റീവ് ഡെവലപ്മെൻറ്റ് കണ്ടീഷണൽ സ്പെസിഫിക്കേഷനിലാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് അലോ സെൽസ് ടു അക്യൂർ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻട്രാക്ഷൻ വിത്ത് നെയ്ബറിങ് സെൽ. ഓക്കെ, റെഗുലേറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. ഇറ്റ് അലോ സെൽസ് ടു അക്യൂർ ഡിഫറെൻറ്റ് ഫങ്ഷൻ അല്ലേ? പല രീതിയിലുള്ള ഫംഗ്ഷൻ അക്യൂർ ചെയ്യാനായിട്ട് അതിന് സഹായിക്കുന്നു. അതൊക്കെ കണ്ടീഷനിൽ വരുന്നതാണ്. സിൻസിഷ്യൽ എന്ന് പറയുമ്പോൾ ഇൻസെക്ട് ക്ലാസ്സിലാണ് അത് കൂടുതൽ നടക്കാറുള്ളത്. സ്പെസിഫിക്കേഷൻ ഓഫ് ബോഡി റീജിയൻ ബൈ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സൈറ്റോപ്ലാസ്മിക് റീജിയൻ. ഓരോ സൈറ്റോപ്ലാസ്മിക് റീജിയനിലുമുള്ള
അവയുടെ പ്രോട്ടീനുകളുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയാം. പിന്നെ അതുകൂടാതെ വേരിയബിൾ ക്ലീവേജ് ആണ്. വേരിയബിൾ ക്ലീവേജ് പ്രൊഡ്യൂസസ് നോ റിജിഡ് സെൽ ഫേറ്റ്സ് ഫോർ പർട്ടിക്കുലർ ന്യൂക്ലിയൻ. വേരിയബിൾ ക്ലീവേജ് ആണ് നടക്കുന്നത്. ആഫ്റ്റർ സെല്ലുലറൈസേഷൻ ബോത്ത് ഓട്ടോണമസ് ആൻഡ് കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ സിൻസിഷ്യലിൽ കാണപ്പെടുന്നു. ഓട്ടോണമസും കണ്ടീഷനിലും സെല്ലുലറൈസേഷന് ശേഷം ഈ രണ്ട് കോമ്പിനേഷനിലും സ്പെസിഫിക്കേഷൻ സിൻസിഷ്യൽ സ്പെസിഫിക്കേഷനിൽ കാണപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്തുകൂടെ പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട, ഇപ്പം നമ്മളിതുവരെ കണ്ടതിൽ വെച്ച് 4 ക്വസ്റ്റ്യൻസാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞത്. സ്പെസിഫിക്കേഷൻ കഴിഞ്ഞു. ഇത് നന്നായി പഠിക്കുക. നോട്ട്സ് ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുക, ക്ലാസ്സും കൂടെ കേട്ടിട്ട് വെച്ച് പഠിക്കുക. വളരെ ചെറിയൊരു പോർഷനാണ്, വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നൊരു പോർഷനാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്ലാസ് കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ദയവായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു ഓൾ.